എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഞാൻ ജാബ്രിൽസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോ അല്ല, യൂട്യൂബിൽ ഇങ്ങനെ സ്റ്റോറീസ് പോലെ അത് കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാര്യം, ആളൊരു ഒരു ഒരു TSV ഫയൽ ഉണ്ടാക്കി പോക്കെമോൺ ഡിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട്. അപ്പോൾ പോക്കെമോൺ ഡിസ്ക്രിപ്ഷൻസ് ആണ് ആൾ പാർസ് ചെയ്തുണ്ടാക്കിയ ഒരു ഫയലാണ്. വേണ്ടി ഇരുന്നോ സംസാരിക്കും. ആള് പാർസ് ചെയ്തുണ്ടാക്കിയ ഒരു ഫയലാണ്. ഫുൾ പോക്കെമോൺ ലിസ്റ്റും ഫുൾ പോക്കെമോൺസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്താണ്. ഫുൾ പോക്കെമോൺസ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് അഭയ്. അവനെ ഒരു ഗൂഗിളിൻ്റെ മറ്റേ ഈ അസിസ്റ്റൻറ്റിന് മറ്റേ ഗെയിംസ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, ഗൂഗിൾ അസിസ്റ്റൻറ്റിലേക്ക് ഇങ്ങനെ ഒരു ക്വിസോ അല്ലെങ്കിൽ വല്ല ട്രിവിയ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒരു പരിപാടി സെപ്റ്റംബർ 30th വരെ, ദിസ് ഇയർ 2019 സെപ്റ്റംബർ 30th ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നമുക്കിങ്ങനെ ഓരോ ക്വിസസ് അല്ലെങ്കിൽ ട്രിവിയ ഗെയിംസ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് പോപ്പുലർ ആവുകയാണെങ്കിൽ അവർക്കൊരു മെട്രിക് ഉണ്ട്, 10,000 5,000 ഓർ 100 പീപ്പിൾ, അങ്ങനെ എത്ര പേര് ഇത് യൂസ് ചെയ്യണം. ഞാൻ ഈ പ്രാവശ്യം ആലോചിക്കുന്നത്, എന്തായാലും ഇങ്ങനെ ജാബ്രിൽസ് തന്നെ അവൻ്റെ ഗിറ്റ്ഹബ് പേജിൽ ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, TSV ഫയൽ. ആൾക്ക് തന്നെ അറിഞ്ഞുകൂടെ ആളത് എന്തിനാണ് യൂസ് ചെയ്യാൻ പോണത്. ബേസിക്കലി ആളെന്നെ ആളുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഇത് ആർക്ക് എങ്ങനെയാണ് യൂസ് വരാൻ പോണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഞാനത് ഇവിടെ ഇടാണെന്ന്. ഓക്കെ, ശരി. അപ്പം ഞാനത് എടുത്തിട്ട് നമുക്ക് ഒരു ഇതേപോലെ ഒരു CSV ഫയൽ പോലെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു പേജിലേക്ക് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാണിക്കുന്നു. അതിൽ നിന്ന് ഏതാണ് പോക്കെമോനെ നമ്മൾ ഗസ് ചെയ്തെടുക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ TSV ഫയലാണ്, ടാബ് സെപ്പറേറ്റഡ് വാല്യൂസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മളതിനെ ആദ്യം CSV ഫയലോ Excel ഫയലിലേക്കോ ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ടാബ് സെപ്പറേറ്റഡ് വാല്യൂസ് അവരെടുക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓൺലൈനിൽ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വല്ല ടൂളുണ്ടോ നോക്കണം, ലൈക്ക് TSV to CSV ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ അതാണ്. അത് സക്സസ്ഫുൾ ആയാൽ തന്നെ ഒരു മേജർ ഹഡിൽ അതാണ് TSVനെ CSV ആക്കാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ജാബ്രിൽസിൻ്റെ ഗിറ്റ്ഹബ് റീപ്പോന്ന് നമ്മുടെ ആളുടെ റീപ്പോ ക്ലോൺ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. അപ്പോൾ അതാദ്യം ചെയ്യണം. അപ്പോൾ ആളുടെ ലിങ്ക് കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മൾ ആ ഗിറ്റിൻ്റെ ക്ലോൺ കമാൻഡ് വെച്ചിട്ട് നമ്മൾ ഗിറ്റ്ഹബ് ആ പ്രോജക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. ക്ലോൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും description.tsv. ഇതാണ് നമുക്ക് വേണ്ട TSV ഫയൽ. ഞാൻ ജസ്റ്റ് ഈ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് കിട്ടി, ഓൺലൈനിൽ TSV to CSV കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് ആ TSV ഫയൽ ആ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക, അവർ നമുക്കത് CSV ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. എന്നിട്ട് പിന്നെ നമ്മളത് ഒരു .txt ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് വെബ്സൈറ്റ്, നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ ആക്ഷൻസ് ലാബ്. ഈ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പുതിയ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും, ലൈക്ക് ഗെയിംസ് ആവാം, അത് ട്രിവിയ ആവാം, അല്ലെങ്കിൽ വല്ല ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്ന ഒരു സിംഗിൾ ആപ്പായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ട്രിവിയ എന്നുള്ളതിന് ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ആ ഒരു കേസ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, ജസ്റ്റ് ബേസിക്കലി എല്ലാ പോക്കെമോൻ്റെയും ലിസ്റ്റ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് വെച്ചിട്ട് ഇത് ജസ്റ്റ് കോപ്പിയാണ്. എല്ലാ പോക്കെമോൻ്റെയും ലിസ്റ്റ് ഇപ്പോൾ ഒരു CSV ഫയലാക്കി മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കക്കൂന, ബെഡ്രിൽ, പിഡ്ജി, റൈച്ചു, പിക്കാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് ബൾബസോറസ് എടുക്കുന്നതായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത്, ഇവിടെ ഇപ്പോൾ ബൾബസോർന്ന് കിടക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഡിസ്ക്രിപ്ഷനിലും ബൾബസോർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇതുണ്ടാവരുത്. പിന്നെ ഉത്തരം ക്വസ്റ്റ്യൻ തന്നെ ബൾബസോർന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരം സുഖമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ബൾബസോർ എടുത്ത് കളയാം. അതുപോലെ തന്നെ ഇവിസോറസ് ആണെങ്കിലും ഇപ്പോൾ കണ്ട ഇവിസോർന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വെനസോർ എന്ന് പറയുമ്പോൾ വെനസോർ. അപ്പോൾ എല്ലാ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ കറസ്പോണ്ടിങ് പോക്കെമോൺ നെയിംസ് അതിന് ഡിലീറ്റ് ചെയ്ത് കളയണം.
അതിനൊരു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ മറ്റേ മുമ്പുണ്ടായിരുന്ന ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു. ലൈക്ക് ആ ഒരു പേരും ഡിസ്ക്രിപ്ഷനിൽ തന്നെ, ദാറ്റ് ഈസ് ആ ക്വസ്റ്റ്യനിൽ തന്നെ ആ പേര് വരെയായിരുന്നു. അതായിരുന്നു നമ്മുടെ പ്രോബ്ലം വരുന്നത്. ആൻസർ ബൾബസോർ എന്നാണ്. ഉത്തരത്തിലും ബൾബസോർ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിന് ഉത്തരം വന്നു കഴിഞ്ഞാൽ അത് രസമില്ലല്ലോ. അപ്പോൾ ഈ ബൾബസോർ, ഇപ്പോൾ ഇതിൽ ഇവിസോറാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിസോർ എവിടെയാണ്? അതെ, ഇവിടെ ഇവിസോർ ഉണ്ട്. ഈ ഇവിസോർ, ഈ ബൾബസോർ, അങ്ങനെ ഈച്ച് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് പേരുകൾ എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നമായിരുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പോക്കെമോൻ ക്ലീനർ എന്ന് പറഞ്ഞിട്ട്, ഈ പോക്കെമോൻ ക്ലീനറിൻ്റെ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ എന്തായാലും ഇത് ഫുൾ ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ടിപ്പോൾ ഇതേ റൈറ്റ് ഒരു പേരുണ്ടാക്കി. ഇതിപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം, ആ പേരിന് പകരം അവിടെ ഒരു ഡാഷ്ഡ് ലൈൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. കണ്ട, ഒരു ഡാഷ്ഡ് ലൈൻ കാണും. ക്യാൻ ബി സീൻ ആസ് സ്നാപ്പിംഗ് ഇൻ ബ്രൈറ്റ് സൺലൈറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയാനായിട്ട് ഞാൻ ഫർദർ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ബൾബസോറാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. മൂന്ന് റോങ് ആയിട്ടുള്ള ഷഫിൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻസാണ് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ഫോർമാറ്റ് അതിൻ്റെ ഗൂഗിൾ ഷീറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ദിസ് ഈസ് കറക്റ്റ്, ഇത് ക്വസ്റ്റ്യൻ, ഇത് കറക്റ്റ് ആൻസർ, പിന്നെ 3 ഓപ്ഷണലായിട്ടുള്ള ആൻസേഴ്സ്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്താൽ മതി. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇതിങ്ങനെ ഫുൾ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് ഫുൾ കോപ്പി ചെയ്യുക. അങ്ങനെ 1 2 3 4 5 കോളംസ് ഉണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, അതിലേക്ക് ആക്ഷൻ കൺസോളിൽ പോവുക. എന്നിട്ട് നമ്മുടെ ഡേറ്റ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നേരം വേണ്ടത്. വേഗം. ഓക്കെ, ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു സിമ്പിൾ കാര്യമാണ്. എല്ലാ ഈ കോളംസ് കൊടുക്കുക, എന്നിട്ട് ഗൂഗിൾ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക. അത്ര മാത്രമേ ഇനി ചെയ്യാം. ഗൂഗിൾ ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഈച്ച് കോളംസ് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ ആ ലിങ്ക് ഉണ്ടാക്കാം, ലിങ്ക് കിട്ടും. ആ ലിങ്ക് എന്നിട്ട് നമ്മൾ മറ്റേ ഗൂഗിളിൻ്റെ ആക്ഷൻ കൺസോളിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ഡേറ്റ സെറ്റ് കറക്റ്റാണോ. അങ്ങനെ മറ്റേ ആ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം കോപ്പി ചെയ്തു, ഓപ്ഷൻ നമ്പറും കറക്റ്റ് ആൻസർ കോപ്പി ചെയ്തു. ഇനി കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻസ് ലിസ്റ്റ് കോപ്പി ചെയ്തു, സെക്കൻഡ് ഓപ്ഷൻ ലിസ്റ്റും കോപ്പി ചെയ്തു. അങ്ങനെ എല്ലാ ലിസ്റ്റും കോപ്പി ചെയ്ത് ഞാനിപ്പോൾ അത് നമ്മുടെ ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ആ ലിങ്ക് നമുക്ക് ഈ ഷെയർ ബട്ടണിൽ നിന്ന് നമുക്ക് ആ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഡണ്ണാക്കി. ഇനി ഗൂഗിൾ അസിസ്റ്റൻറ്റ് റിവ്യൂവിൽ പോവാം. അങ്ങനെ എന്നിട്ട് ഗൂഗിൾ ആക്ഷൻ ലാബ് തുറക്കണം. എന്നിട്ട് നെറ്റ് ഭയങ്കര സ്പീഡ് കുറവ്. ഓക്കെ, ഗൂഗിൾ ആക്ഷൻ ലാബിൽ പോകണം. ബിൽഡ് യുവർ ആക്ഷൻ, ഗോ ടു ആക്ഷൻ കൺസോൾ. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ലിങ്ക് ഇപ്പോൾ കിട്ടിയത് അവിടെ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യണം. ലിങ്ക് അവിടെ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ ആ ലിങ്ക് അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് തീരുമാനിക്കും നമ്മുടെ ഡേറ്റ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രൊഫൈൽ, ഒരു പിക്ചർ പോലെ ഒരു ഐക്കൺ ഉണ്ടാക്കി കൊടുക്കണം. അതെന്തെങ്കിലും ഒരു പിക്ചർ ഞാൻ ഇതിൽ നിന്ന് എടുക്കും. പിന്നെ ഈ ഹ്യൂമൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറഞ്ഞു, പിന്നെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കാൻ പറഞ്ഞു. ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിലൈസ് ചെയ്യാം. ആക്ഷൻ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഇമെയിൽ കൺഫർമേഷൻ വന്നു. ദാറ്റ് ഈസ് നമ്മുടെ ഈ ആക്ഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഇറ്റ് ഈസ് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് അത് സബ്മിറ്റ് ചെയ്തിരുന്നു. ലൈക്ക് പോക്കെമോൻ ട്രിവിയ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ ആക്ഷൻസിലേക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അപ്പോൾ കുഴപ്പമെന്താണെന്ന് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗൂഗിൾ ആക്ഷൻ്റെ പ്രൈവസി പോളിസി എന്താണെന്ന് വെച്ചാൽ പ്രൈവസി പോളിസി അത് അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളിൻ്റെ പ്രൈവസി പോളിസി അവരുടെ ലിങ്കിൽ നിന്ന് എടുത്ത് ജസ്റ്റ് വേസ്റ്റ് ചെയ്തു. അതവർക്ക് ഇഷ്ടമായില്ല, അവർ എൻ്റെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു.
യുവർ സബ്മിഷൻ ഓഫ് വേർഷൻ 1 വാസ് ഡിനൈഡ് ഫോർ ദ ഫോളോയിങ് റീസൺ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ, യുവർ ആക്ഷൻസ് പ്രൈവസി പോളിസി ഈസ് ഇൻവാലിഡ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആ ലിങ്കിൽ പോയപ്പോൾ ലൈക്ക് ഞാൻ ഒന്നുകൂടി വെർഷൻ 2 റിലീസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ ലേൺ മോർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം പ്രൈവസി പോളിസി ഉണ്ടാക്കാനായിട്ട്. ഓക്കെ ദെൻ അപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രൈവസി പോളിസി വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് എഡിറ്റ് വർക്ക് ചെയ്യാണ്ട് എഡിറ്റിങ്സ് ഉണ്ടായിരുന്നു ആ ഡേറ്റാ സെറ്റിൽ തന്നെ പോക്കെമോനിൻ്റെ. അപ്പോൾ അതും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങനെ എല്ലാ എഡിറ്റ് വർക്കും കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻസും പ്രൈവസി പോളിസിയും എല്ലാം ശരിയാക്കിയതിന് ശേഷം സെക്കൻഡ് ടൈം വെർഷൻ 2 ഒന്ന് റിലീസ് ചെയ്യാൻ നോക്കി. അപ്രൂവൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു ഇമെയിൽ കിട്ടിയിരുന്നു, ലൈക്ക് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ കിട്ടി. ലൈക്ക് നേരത്തെ 5 മിനിറ്റ് ആയിട്ടുള്ള ആ വീഡിയോ എടുത്തിട്ട് അപ്പോഴേക്കും അതിൻ്റെ ആ വീഡിയോയിലെ ഇമെയിൽ വന്നു, ഗൂഗിൾ ആക്ഷൻ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ആൾക്കാർക്ക് സെൻഡ് ചെയ്യുക, ചവറ് പോലെ സെൻഡ് ചെയ്യുക, ടെലഗ്രാമിൽ സ്പാം ചെയ്യുക, റെഡിറ്റിൽ സ്പാം ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുക, സ്റ്റാറ്റസ് ആക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയിൽ ചെയ്താൽ മാത്രമേ അവർ വ്യൂസ് എടുക്കുള്ളൂ. ലൈക്ക് വ്യൂസിൻ്റെ എണ്ണം കൂടണം. റിട്ടേൺ യൂസേഴ്സ് അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ലൈക്ക് എന്തോരം പോപ്പുലറാണെന്ന് മനസ്സിലാക്കാനായിട്ട്. ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അനലിറ്റിക്സ് കിട്ടണമെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോൾ ഗൂഗിൾ ആക്ഷൻസിൻ്റെ മെസ്സേജ് വന്നത് ഇന്നലെ ഇന്ന് കാലത്ത് ഇമെയിൽ വന്നിട്ട് ഒരു ടീഷർട്ട് ജയിച്ചു എന്ന് കിട്ടും. പിന്നെ $200 ക്രെഡിറ്റും കിട്ടി, ഗൂഗിൾ ക്രെഡിറ്റ്. അപ്പോൾ അതിൻ്റെ ഗൂഗിൾ ക്ലൗഡിൽ യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് റിലീസ് ചെയ്ത കാരണമാണ്. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗൂഗിൾ ആക്ഷൻ റിലീസ് ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൈസ് പോലെ ഒരു എൻകറേജ്മെൻറ്റ് പോലെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യണമെന്നുള്ളത്. ലൈക്ക് ഭയങ്കര സിമ്പിളാണ്. ഒരു എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്യാൻ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാർക്കും ചെയ്യാമെന്നുള്ളൂ. വലിയ കോഡിങ്ങിൻ്റെയോ പ്രോഗ്രാമിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, 2 ദിവസം വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ചെയ്യാവുന്നൊരു സിമ്പിൾ കാര്യമാണ്.